ഹലോ, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് 2. വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ട് ഞാനിന്ന് ചിക്കൻ ക്രീമി ബോക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് പച്ച നിറം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഞാൻ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിൽ ചിക്കൻ ചേർത്താൽ മതി. അതും ഇത് എണ്ണയിലൊന്ന് വഴറ്റി ഒരു വേവാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ സോസുകളൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസും സോയാ സോസും വിനാഗിരിയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് മൂന്നുമാണ് നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇത് മൂന്നും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. അതെല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. വരണ്ട് ഒരു ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് പിന്നെ ഞാൻ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ് ഇത് മൂന്നുമാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ നല്ല കനം കുറഞ്ഞ് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. ഇത് വഴന്ന് വന്ന ശേഷം നമ്മൾ ഇത് മൂടി വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ച ശേഷം ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ മയോണൈസാണ്, ഹോം മെയ്ഡ് മയോണൈസാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് ഇറക്കി വയ്ക്കാം. ചൂടാറിയ ശേഷമാണ് നമുക്ക് പിന്നെ അടുത്ത പരിപാടി തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റാണ് കേട്ടോ ഇതിന് വേണ്ടി ബോക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഒരെണ്ണം എടുത്ത് അതിലേക്ക് കുറച്ച് മൈദ പുരട്ടി വേറൊരെണ്ണം എടുത്ത് ക്രോസ് ആയിട്ട് വെച്ച ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഉണ്ടല്ലോ അതെടുത്ത് നമ്മളിതിൻ്റെ നടുഭാഗത്തോട്ട് വെച്ച് നല്ലതുപോലെ ഒന്ന് ബോക്സ് പോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ വേണമെങ്കിൽ മൈദ ചേർക്കാം, ഇല്ലെങ്കിൽ അവസാനത്തെ ഒരു ലെയർ അടുക്കുമ്പോഴത്തേക്കും അതിൽ മൈദ ചേർത്ത് അടിക്കാനും മതി. അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ ബോക്സ് പോലെ അടുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്നിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് പൊരിക്കാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ ഇട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ 1ഉം 2ഉം ഒക്കെ ഇട്ട് അങ്ങനെ പൊരിക്കേനെ. അങ്ങനെ പൊരിച്ച് ലാസ്റ്റ് ഒരു 7 എണ്ണം എന്തോ ഉണ്ടായിരുന്നു, എല്ലാം കൂടി അങ്ങനെ പൊരിച്ചെടുത്തു. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ എൻ്റെ സ്നാക്സ്, ഈ റംസാൻ സ്നാക്സായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ജോലികളും തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങൾ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.